Good morning, my dears. Today, our next topic is types of general insurance business. Then, what are the different types of general insurance? Then, general insurance comprises, first one is property insurance, second one is liability insurance, and other forms of insurance. അപ്പോൾ സാധാരണ രീതിയിൽ ജനറൽ ഇൻഷുറൻസിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് property insurance, second one is liability insurance, and third one is other forms of insurance. Then first one is a property, there is a property insurance. What is meant by property insurance? That property insurance that refers to a series of policies offered to protection of property or liability coverage. ഏതെങ്കിലും രീതിയിലുള്ള പ്രോപ്പർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന പോളിസികളെയാണ് നമ്മൾ എന്താ പറയുക, പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുക. Property insurance is a contract of indemnity whereby the insurer, in consideration of a certain periodical payment, undertake to indemnify the other party against financial loss which the latter may sustain by reasons for certain subject matter being damaged or destroyed by the risk or returns affecting adversely up to an agreed amount. അതായത് ഈ പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടം നികത്തി കൊടുക്കാമെന്നുള്ള കണ്ടീഷന്മേൽ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിനെയാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദി ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഏതൊക്കെയാണ്? പലതരത്തിലുള്ള പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഫയർ ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, ബഗ്ലറി ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, ബാഗേജ് ഇൻഷുറൻസ് ആൻഡ് റൂറൽ ഇൻഷുറൻസ്. അപ്പോൾ സാധാരണ രീതിയിൽ ജനറൽ ഇൻഷുറൻസിനെ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടി ഇൻഷുറൻസ്, സെക്കൻഡ് വൺ ഈസ് ലയബിലിറ്റി ഇൻഷുറൻസ്, ആൻഡ് തേർഡ് വൺ ഈസ് അതർ ഫോംസ് ഓഫ് ഇൻഷുറൻസ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ദറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഇൻഷുറൻസിൽ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഫയർ ഇൻഷുറൻസ്, മെറൈൻ ഇൻഷുറൻസ്, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, ബഗ്ലറി ഇൻഷുറൻസ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, ബാഗേജ് ഇൻഷുറൻസ് ആൻഡ് റൂറൽ ഇൻഷുറൻസ്. ഇതിലിനി ഓരോന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഇത് ഏതൊക്കെയാണ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് ഈസ് എ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് എ ഡാമേജ് ആൻഡ് ലോസസ് കോസ്ഡ് ബൈ ഫയർ. What is meant by fire insurance? Fire insurance is a contract under which the insurer, in return for a consideration called premium, agrees to indemnify the insured for the financial loss. ഒന്നുകിൽ നമുക്ക് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസ് ഈസ് എ പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ഇൻഷുറൻസ് ആണ്. ദാറ്റ് കവേഴ്സ് ഡാമേജ് ആൻഡ് ലോസസ് കോസ്ഡ് ബൈ ഫയർ. ഏതെങ്കിലും കാരണവശാൽ തീപിടുത്തം മൂലം നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുക, അതിന് എതിരെ നൽകുന്നൊരു പ്രൊട്ടക്ഷനെയാണ് നമ്മളവിടെ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫയർ ഇൻഷുറൻസ് ഈസ് ദ വൺ ഓഫ് ദി കാറ്റഗറി ഓഫ് ജനറൽ ഇൻഷുറൻസ് ഓർ പ്രോപ്പർട്ടി ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് ഈസ് എ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ഡാമേജ് ആൻഡ് ലോസസ് കോസ്ഡ് ബൈ ഫയർ. Fire insurance is a contract under which the insurer, in return for a consideration called premium, agrees to indemnify the insured for the financial loss which the insured may suffer due to destruction of damage to property or goods caused by fire during a specified period. സാധാരണ രീതിയിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ഇൻഷുറൻസിൻ്റെ കാലയളവിൽ ഏതെങ്കിലും കാരണവശാൽ പ്രോപ്പർട്ടിക്ക് തീപിടുത്തം മൂലം നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രൊട്ടക്ഷൻ നൽകുന്ന വൺ ഓഫ് ദി അഗ്രിമെൻ്റ് ആണ് അവിടെ പറയുന്ന ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദ കോൺട്രാക്ട് സ്പെസിഫൈസ് ദ മാക്സിമം എമൗണ്ട് എഗ്രീഡ് ടു ബൈ ദ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ദി കോൺട്രാക്ട് വിച്ച് ദ ഇൻഷുർഡ് ക്യാൻ ക്ലെയിം ആഫ്റ്റർ ദി ഒക്കറൻസ് ഓഫ് ലോസ്. ദറ്റ് ഈസ് ദ മെഷർ ഓഫ് ദി ലോസ്. ദ ലോസ് ക്യാൻ ബി അസർട്ടൈൻ ഓൺലി ആഫ്റ്റർ ദ ഫയർ ഹാസ് ഒക്കേർഡ്. The insurer is liable to make good the actual amount of loss, not exceeding the amount fixed under this category. And then ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം നഷ്ടം സംഭവിച്ചിരിക്കുന്നോ അത്രമാത്രം നഷ്ടം ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നൊരു കരാറാണ് ഇത് ഫയർ ഇൻഷുറൻസിലെ. ദ ടേം ഫയർ ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്സ് പോപ്പുലർ ആൻഡ് ലിറ്ററൽ സെൻസ്. ഇൻ ദ ഫയർ ഇൻഷുറൻസ് പോളിസി ഫയർ മീൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. അവിടെ ഫയർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫയർ മീൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ഹീറ്റ് ബൈ ബേണിംഗ് ഓർ by burning
The phrase loss by fire includes the loss or damage caused by effort to extinguish fire. അവിടെ തീപിടുത്തം എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ആ പ്രോപ്പർട്ടിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അത് ആക്ച്വലി ഫയർ മൂലം തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത് ഫയർ ഇൻഷുറൻസ് എന്ന് പറയാം. ദെൻ ടൈപ്സ് ഓഫ് ലോസസ് കവേർഡ് ബൈ ഫയർ ഇൻഷുറൻസ്. ഏതൊക്കെ തരത്തിലുള്ള ലോസസ് ആണ് ഫയർ ഇൻഷുറൻസ് മൂലം കവർ ചെയ്യപ്പെടുന്നത്? ടൈപ്സ് ഓഫ് ലോസസ് കവേർഡ് ബൈ ഫയർ ഇൻഷുറൻസ്. ഫസ്റ്റ് വൺ ഈസ് ഗുഡ്സ് സ്പോയിൽഡ് ഓർ പ്രോപ്പർട്ടി ഡാമേജ്ഡ് ബൈ വാട്ടർ യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ബൈ ദ ഫയർ. നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി സ്പോയിലാവുക, കേടുവരിക. പ്രോപ്പർട്ടി ഡാമേജ്ഡ് ബൈ വാട്ടർ യൂസ്ഡ് ടു എക്സ്റ്റിങ്ക്വിഷ് ദ ഫയർ. ഫയർ തീ പിടിക്കുന്നത് തടയാനായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ കെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്നൊരു കേടുപാടുകൾ. ദെൻ സെക്കൻഡ്, പുള്ളിങ് ഡൗൺ ദ അഡ്ജസൻറ്റ് പ്രെമിസസ് ബൈ ദ ഫയർ ഫോഴ്സ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് പ്രോഗ്രസ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് ഫ്ലെയിംസ്. ഏതെങ്കിലും കാരണവശാൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കെടുത്തുന്നതിന് ആവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചില പ്രോപ്പർട്ടീസ് സ്ഥാനം മാറ്റുകയോ കേടുവരുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അത്തരത്തിൽ സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ. ബ്രേക്കേജ് ഓഫ് ഗുഡ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ദെയർ റിമൂവൽ ഫ്രം ദ ബിൽഡിംഗ് വേർ ഫയർ ഈസ് റാഗിങ്. ദെൻ ബ്രേക്കേജ് ഓഫ് ഗുഡ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ദെയർ റിമൂവൽ ഫ്രം ദ ബിൽഡിംഗ്. ആ തീപിടുത്തം ഉണ്ടാകുന്ന ബിൽഡിങ്ങിൽ നിന്ന് സാധനങ്ങൾ മാറ്റുമ്പോഴൊക്കെ ഉണ്ടാകാവുന്ന കേടുപാടുകൾ, നഷ്ടസാധ്യതകൾ. വേജസ് പെയ്ഡ് ടു പേഴ്സൺസ് എംപ്ലോയ്ഡ് ഫോർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഫയർ. അതുമായി ബന്ധപ്പെട്ട് എത്ര പേരെയാണ് നമ്മളതിൽ തീ അണയ്ക്കുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന അവർക്ക് കൊടുക്കുന്ന വേജസ്. ഇതെല്ലാം ഏതിൻ്റെ പർവ്വയിലാണ് വരിക? ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഫയർ ഇൻഷുറൻസ് ഈസ് ദ വൺ ഓഫ് ദി പ്രോപ്പർട്ടി ഇൻഷുറൻസ് ദാറ്റ് കവേഴ്സ് ഡാമേജ് ആൻഡ് ലോസ് കോസ്ഡ് ബൈ ഫയർ. തീപിടുത്തം മൂലം ആ പ്രോപ്പർട്ടിക്ക് ഏതെങ്കിലും കാരണവശാൽ നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നഷ്ടം നികത്തി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കരാറിനെയാണ് നമ്മളോട് എന്ത് പറയുക? ദെൻ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ലോസസ് നോട്ട് കവേർഡ് ബൈ ദ ഫയർ ഇൻഷുറൻസ്. ശരിക്കും നമ്മൾ പറയുമ്പോൾ ഏതാണോ അതിൻ്റെ പ്രോക്സിമേറ്റ് കോസ്, നമ്മൾ ആ ടൈം പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് പഠിക്കുമ്പോൾ ദെൻ ഫസ്റ്റ് ടൈമിൽ പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് കോസ പ്രോക്സിമ, ദാറ്റ് ഈസ് എ നിയറസ്റ്റ് കോസ്. ഏത് കാരണങ്ങൾ കൊണ്ടാണോ ആ നഷ്ടം സംഭവിക്കുന്നത്, ആ നഷ്ടം സംഭവിക്കാനുണ്ടായിരിക്കുന്ന യഥാർത്ഥ കാരണം ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന കാരണം തന്നെയാണെങ്കിൽ എങ്കിൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി നമുക്കതിന് പ്രൊട്ടക്ഷൻ നൽകുന്നുള്ളൂ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ പറയുന്നത് ടൈപ്സ് ഓഫ് ലോസസ് നോട്ട് കവേർഡ് ബൈ ദ ഫയർ ഇൻഷുറൻസ്. ലോസ് ഡ്യൂ ടു ഫയർ കോസ്ഡ് ബൈ എർത്ത്ക്വേക്ക്, ഇൻവേഷൻ, ആക്ട് ഓഫ് ഫോറിൻ എനിമി, വാർ, റയോട്ട്സ്, മ്യൂട്ടിനി എക്സെട്ര. ഇത്തരം കാരണങ്ങൾ കൊണ്ട് ലോസ് ഡ്യൂ ടു ഫയർ കോസ്ഡ് ബൈ എർത്ത്ക്വേക്ക്, ഭൂകമ്പം ഉണ്ടാവുക, പൊട്ടിത്തെറികൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ ഫോറിൻ എനിമീസ്, വാറുകൾ, യുദ്ധമുണ്ടാവുക, കലാപങ്ങൾ ഉണ്ടാവുക, സോൾജേഴ്സ് തമ്മിലുള്ള പരസ്പരം പ്രശ്നങ്ങൾ, അതിൻ്റെ മ്യൂട്ടിനി എന്താ പറയുക. അപ്പോൾ ഇതുമൂലമൊക്കെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആക്സിഡൻ്റലി ഉണ്ടാകാവുന്ന ഒരു ഫയർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ആണ് തീപിടുത്തം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്ന തീപിടുത്തങ്ങൾക്ക് ഒരു കാരണവശാലും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതല്ല. നെക്സ്റ്റ് വൺ ഈസ് ലോസ് കോസ്ഡ് ബൈ അണ്ടർഗ്രൗണ്ട് ഫയർ. ദെൻ ലോസ് കോസ്ഡ് ബൈ ബേണിംഗ് ഓഫ് പ്രോപ്പർട്ടി ബൈ ഓർഡർ ഓഫ് എനി പബ്ലിക് അതോറിറ്റി. ഏതെങ്കിലും തരത്തിലെ പബ്ലിക് അതോറിറ്റീസ് മൂലം പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും തീപിടുത്തം സംഭവിക്കുന്നത് അതുകൊണ്ടാണെങ്കിൽ. ലോസ് ബൈ തെഫ്റ്റ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ദി ഒക്കറൻസ് ഓഫ് ഫയർ. അതായത് തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മോഷണത്തിനും നമുക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ലഭ്യമല്ല. ലോസ് ബൈ ലൈറ്റിംഗ് ഓർ എക്സ്പ്ലോഷൻ. ഈ ലൈറ്റനിങ് കൊണ്ടോ എക്സ്പ്ലോഷൻ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ. അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ടൈപ്സ് ഓഫ് ലോസ് കവേർഡ് ബൈ ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ നഷ്ടങ്ങൾ ഏതൊക്കെ നഷ്ടങ്ങളാണ് നികത്തി തരാമെന്നും അതേപോലെ തന്നെ ഏതൊക്കെ നഷ്ടങ്ങളാണ് ഫയർ ഇൻഷുറൻസിൻ്റെ ആ ഒരു കരാറിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താത്തതെന്നും പറയുന്ന രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മളതിനെ തരംതിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു ഗുഡ്സ് സ്പോയിൽഡ് ഓർ പ്രോപ്പർട്ടി ഡാമേജ്ഡ് ബൈ വാട്ടർ യൂസ് ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ. തീപിടുത്തം, അതായത് തീ പിടിക്കുന്നത് തടയാനായിട്ട് വെള്ളം ഉപയോഗിച്ചത് കെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചില പ്രോപ്പർട്ടീസിന് കേടുവരാം. അത് യാദൃശ്ചികമായിട്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്നൊരു നഷ്ടമാണ്. അത്തരത്തിലുണ്ടാകാവുന്ന നഷ്ടങ്ങളെ കൺസിഡർ ചെയ്യാം.
പുള്ളിങ് ഡൗൺ ദ അഡ്ജസ്റ്റൻറ്റ് പ്രിമിസസ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും തീപിടുത്തം ഉണ്ടായിരിക്കുന്ന മേഖലകളിൽ നമ്മളത് സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ആ സ്റ്റെപ്സിൽ ചിലപ്പോൾ പ്രോപ്പർട്ടീസൊക്കെ നഷ്ടം സംഭവിച്ചിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കേജ് ഓഫ് ഗുഡ്സ്, സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് വളരെ പെട്ടെന്ന് അത് സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ എടുക്കുന്നതിൽ എന്തെങ്കിലും ബ്രേക്കേജ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ, വേജസ് പെയ്ഡ് ടു പേഴ്സൺ എംപ്ലോയ്ഡ് ഫോർ എക്സ്റ്റിങ്വിഷിംഗ് ഫയർ, തീ അണയ്ക്കാനായിട്ട് ആളുകളുടെ സഹായം തേടുകയോ അതല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് വേജസ് ഒക്കെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫയർ ഇൻഷുറൻസ് ക്ലെയിമിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കതിൻ്റെ പെർവ്യൂവിൽ വരാത്തത്? ലോസ് ഡ്യൂ ടു ഫയർ കോസ്ഡ് ബൈ എർത്ത്ക്വേക്ക്, മ്യൂട്ടിനി, വാർ, റയോട്ട് എക്സെട്ര. ലോസ് കോസ്ഡ് ബൈ അണ്ടർഗ്രൗണ്ട് ഫയർ. ലോസ് കോസ്ഡ് ബൈ ബാനിങ് ഓഫ് പ്രോപ്പർട്ടി ബൈ ഓർഡർ ഓഫ് എനി പബ്ലിക് അതോറിറ്റി. ആൻഡ് ലോസ് ബൈ തെഫ്റ്റ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ദി ഒക്കറൻസ് ഓഫ് ഫയർ. ലോസ് ബൈ ലൈറ്റനിങ് ആൻഡ് എക്സ്പ്ലോഷൻ. നെക്സ്റ്റ് വൺ ഈസ് എ claim for loss must satisfy the following conditions. Then loss must be caused by actual fire and not just by high temperature. The proximate cause of loss should be fire. The loss or damage must be related to the subject matter of the policy. The ignition must be either of the goods or on the premises where goods are kept. The fire must be accidental and not intentional. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യാനായിട്ട് ക്ലെയിം ഫോർ ലോസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ലോസ് മസ്റ്റ് ബി കോസ്ഡ് ബൈ ആക്ച്വൽ ഫയർ. അതായത് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത്, നഷ്ടം സംഭവിക്കാനുണ്ടാകാവുന്ന യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഏത് തന്നെയായിരിക്കണം? ഫയർ മൂലം തന്നെയായിരിക്കണം. അതേപോലെ തന്നെ ദറ്റ് ഈസ് ദ പ്രോക്സിമേറ്റ് കോസ്, അല്ലേ? പ്രോക്സിമേറ്റ്, ഇപ്പം നമ്മൾ സാധാരണ പറയുന്നൊരു ആക്സിഡൻ്റൽ ഡെത്തും ദെൻ അവിടെ ഒരു ഹാർട്ട് അറ്റാക്കും എന്ന് പറയുമ്പോൾ, ഒരു ബൈക്ക് ആക്സിഡൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കവറേജ് എങ്കിൽ, ആക്സിഡൻറ്റ് എന്ന് പറയുന്നതാണ് അവിടെ സംഭവിക്കേണ്ട പ്രോക്സിമേറ്റ്, അതാണ് യഥാർത്ഥ കാരണം വരേണ്ടത്. പക്ഷേ ആക്സിഡൻറ്റിലൊന്നും സംഭവിക്കാതിരിക്കുകയും എന്നാൽ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ട് മരണപ്പെടുകയാണെന്ന് പറയുമ്പോൾ രണ്ട് കോസസാണ് അവിടെ വരുന്നത്. ഒന്ന് ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ഒരു കോസും ഒന്ന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ റീസൺ എന്ന് പറയുന്നത്, മരണകാരണം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം. അത് പ്രോക്സിമേറ്റ് കോസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഏത് കാരണവശാലും നമ്മൾ ഏതാണോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥ കാരണം എന്താണോ ആ യഥാർത്ഥ കാരണം ഇൻഷുർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. ദെൻ ദ പ്രോക്സിമേറ്റ് കോസ് ഓഫ് ലോസ് ഷുഡ് ബി ഫയർ. യഥാർത്ഥ കാരണം അതെന്ത് തന്നെയായിരിക്കണം? തീപിടുത്തം തന്നെയായിരിക്കണം. ദ ലോസ് ഓർ ഡാമേജ് മസ്റ്റ് ബി റിലേറ്റഡ് ടു ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി പോളിസി. ദ ഫയർ മസ്റ്റ് ബി ആക്സിഡൻ്റൽ ആൻഡ് നോട്ട് ഇൻറ്റൻഷണൽ. അത് ആക്സിഡൻ്റൽ ആയിരിക്കണം, മനഃപൂർവ്വമായിരിക്കരുത്. ദെൻ next topic, what are the fundamental principles of fire insurance contract? What are the fundamental principles of fire insurance contract? Then first one is principle of utmost good faith, second one is principle of indemnity, and third one is principle of insurable interest, principle of subrogation, proximate cause, and warranties. These are the principles of fire insurance. And then all the essentials of general contract are applicable to fire insurance. The following are the മാത്രമല്ല നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുർഡ് ആൻഡ് ഇൻഷുറർ. ഒരു ഇൻഷുർഡ് പേഴ്സണും ഒരു ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുണ്ടാക്കുന്ന ഒരു കരാറിനെയാണ് നമ്മളുടെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. സോ ഓൾ ദി എസെൻഷ്യൽസ് ഓഫ് ജനറൽ കോൺട്രാക്റ്റ് ആർ അപ്ലിക്കബിൾ ടു ഫയർ ഇൻഷുറൻസ്. അവിടെ പറയുന്നത്, ഇപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഫയർ ഇൻഷുറൻസിന് ബാധകമായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ്. ഈ ഫയർ ഇൻഷുറൻസിന് ബാധകമായിട്ടുള്ള പ്രിൻസിപ്പിൾസിന് നമുക്ക് എന്തെന്ന് പറയാനായിട്ട് പറ്റും? ദർ ഈസ് എല്ലാ കോൺട്രാക്റ്റിനും ഉണ്ടായിരിക്കേണ്ട, അതായത് എഗ്രിമെൻ്റ് ആയിരിക്കണം ഒക്കെ പറയാറില്ലേ, വാലിഡ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരേപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊക്കെ പറയുന്ന ചില പ്രിൻസിപ്പിൾസ് ഏതിനുണ്ട്? ജനറൽ കോൺട്രാക്റ്റിനുണ്ട്. ഈ ജനറൽ കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ പ്രിൻസിപ്പിൾസും ഏതിനും ബാധകമാണ്? ഫയർ ഇൻഷുറൻസിനും ബാധകമാണ്. ഇനി സ്പെഷ്യൽ കേസിൽ നമ്മൾ ഫസ്റ്റ് വൺ പറയുന്നത് ഏതൊക്കെയാണ്? വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ദെൻ അവിടെ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ, proximate cause and warranties.
Then first point is, that is the principle of utmost good faith. Principle of utmost good faith le, the contract of fire insurance is one which the observance of the utmost good faith by both the parties are very significant. The principle has two aspects. One is disclosure of all material facts. The insurer has the insured must furnish detailed information regarding the subject matter and to be insured. The second aspect is preservation of the property insured. The insured is required to preserve the property insured as if it is not insured. ആണ് പറയുന്നതിലെ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഒരുപാട് തവണ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിൻ്റാണ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പരസ്പരമുള്ള വിശ്വാസം. അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ദെൻ അതിൽ ഈ അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഷുർഡും ഇൻഷുറൻസ് കമ്പനിയും ആ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എന്ന് പറയുന്നുണ്ട്, ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അതർവൈസ് ഈ വൺ ഓഫ് ദി അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിളിൽ നമ്മൾ എന്തെങ്കിലും രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അതേസമയം മനഃപൂർവ്വം ഏതെങ്കിലും കാര്യങ്ങൾ പറയാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിലും അത് ഏതിൻ്റെ കീഴിൽ വരും? അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് അഗെൻസ്റ്റായിട്ട് മാറും. ദെൻ അവിടെ ഇപ്പം നമ്മൾ ലൈഫ് ഇൻഷുറൻസിലൊക്കെ പഠിക്കും, നമ്മളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറയാതിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള വിവരം പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഏതെങ്കിലും ഒരു കാരണം മറച്ചു വെക്കുക എന്നാണ് പറയുക. അത് മറച്ചു വെക്കുമ്പോൾ അത് ഏത് പ്രിൻസിപ്പിളിന് അഗെൻസ്റ്റാണ്? മ്യൂച്വൽ ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് അഗെൻസ്റ്റാണ്. ദറ്റ് ഈസ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് അഗെൻസ്റ്റാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ കോൺട്രാക്റ്റ് ഓഫ് ഫയർ ഇൻഷുറൻസിൽ നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനം ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലേമബിൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വളരെ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തിന് അടുത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനത്തിന് തീപിടിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും തീപിടിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇൻഷുററും ഇൻഷുർഡും ഒരു കാരണങ്ങളും മറച്ചു വെക്കാനായിട്ട് പാടില്ല. രണ്ട് തരത്തിലാണത് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഹാസ് ടു ആസ്പെക്റ്റ്. വൺ ഈസ് ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഫാക്ട്. എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിരിക്കണം. The insurer and the insured must furnish detailed information regarding the subject matter to be insured. The second aspect is preservation of the property insured. The insured is required to preserve the property insured as if it is not insured. അതായത് യഥാർത്ഥ കാരണം എന്താണോ ആ യഥാർത്ഥ കാരണം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഒരു കാരണങ്ങളും മറച്ചു വെക്കാനായിട്ട് പാടില്ല. Then second point is principle of indemnity. Principle of indemnity. Principle of indemnity എന്ന് പറയുമ്പോൾ one of the important principle of fire insurance is indemnity. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ ലൈഫ് ഇൻഷുറൻസ് ഈസ് കോൺട്രാക്ട് ഓഫ് അഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ബട്ട് ജനറൽ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. എത്രയാണോ നഷ്ടം സംഭവിച്ചിരിക്കണേ വെച്ചാൽ ആ നഷ്ടം മാത്രം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വൺ ഓഫ് ദി പ്രിൻസിപ്പിളാണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. ഇവിടെ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഹാസ് റിഗാർഡ്സ് ഫയർ ഇൻഷുറൻസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. എ കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി under which the insurer undertake to indemnify the insured in case of any financial loss suffered by him on the happening of fire. In other words, the insurer is liable to pay the actual loss suffered by the insured on account of fire. ഇവിടെ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിയിലെ എ കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി അണ്ടർ വിച്ച് ദ ഇൻഷുറർ അണ്ടർടേക്സ് ടു ഇൻഡെമിനിഫൈ ദ ഇൻഷുർഡ് ഇൻ ദ കേസ് ഓഫ് എനി ഫൈനാൻഷ്യൽ ലോസ് suffered by him on the happening of fire. That means the insurer is liable to pay the actual loss suffered by the insured on account of fire. അതായത് നമ്മളിപ്പോൾ ഒരു 1 lakh rupeesനാണ് ആ പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്തിരിക്കണമെന്ന് കരുതുക. പക്ഷേ അവിടെ തീപിടുത്തം മൂലം ആ പ്രോപ്പർട്ടിക്ക് അപകടം സംഭവിച്ചു, തീപിടിച്ചു, അപകടം സംഭവിച്ചു. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തീ അണയ്ക്കാനായിട്ടുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തു.
തീ അണയ്ക്കുകയും ചെയ്തു. പക്ഷേ നമ്മളതിൻ്റെ ലോസ് നമ്മൾ എത്രമാത്രം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് ദെൻ ആക്ച്വലി 50,000 മാത്രമാണ് അവിടെ നഷ്ടം സംഭവിച്ചിട്ടിരിക്കുന്നത് വെച്ചാൽ ഒരു കാരണവശാലും ഇൻഷുറൻസ് കമ്പനി 1 lakh rupees ക്ലെയിം ചെയ്യുന്നില്ല. ആക്ച്വൽ ലോസ് കവേർഡ് ബൈ ദ ഫയർ ഇൻഷുറൻസ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. ഈ ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താ പറയുക, യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന നഷ്ടം നികത്തി കൊടുക്കുക എന്ന് പറയുന്ന വൺ ഓഫ് ദി ഒബ്ജക്റ്റ് മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ 1 രൂപ പോലും ലാഭം ഉണ്ടാക്കാനായിട്ട് അനുവദിക്കില്ല. ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി. അപ്പം എന്താ, എ കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി under which the insurer undertake to indemnify the insured in the case of any financial loss suffered by him on the happening of fire. In other words, the insurer is liable to pay the actual loss suffered by the insured on account of fire. Then third point is the principle of insurable interest. What is meant by insurable interest? Insurable interest means some pecuniary interest in the subject matter of insurance contract. What is meant by pecuniary? There is a monetary interest, financial interest, that is also called as pecuniary interest. അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു സബ്ജക്റ്റ് മാറ്റർ എന്താണോ നമ്മൾ ഇൻഷുർ ചെയ്യണേ ആ സബ്ജക്റ്റ് മാറ്ററിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു മോണിറ്ററി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉടമസ്ഥന് ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിന്മേൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം, പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാം. നമുക്ക് അപ്പുറത്തുള്ള ഒരാളുടെ കാർ ഇൻഷുർ ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് അപ്പുറത്തൊരാളുടെ വീട് ഇൻഷുർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരാളുടെ വസ്തുവകളിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് യാതൊരു ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, ദെൻ അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഏതൊരു പ്രോപ്പർട്ടിയുടെ മുകളിലും നമുക്ക് എന്തുണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുർ ചെയ്യത്തക്ക വിധത്തിലുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മെന്റ് ബൈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മീൻസ് സം പെക്യൂനിയറി ഓർ മോണിറ്ററി ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. ആ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ എന്താണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് ആ ഇൻഷുർ ചെയ്യുന്ന പ്രോപ്പർട്ടിന്മേൽ ഇൻഷുർഡിന് സാമ്പത്തികപരമായിട്ടുള്ള പെക്യൂനിയറി ആയിട്ടുള്ള മോണിറ്ററി ആയിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റുള്ളൂ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അവിടെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് മീൻസ് സം പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്. In case of financial fire insurance, insurable interest must be present both at the time of taking policy and at the time of making claims. അതും അവിടെ പറയുന്നത് ഈ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ക്ലോസ് പോളിസി എടുക്കുന്ന സമയത്തും അതേസമയം ക്ലെയിം ചെയ്യുന്ന സമയത്തും അതുമേ നമുക്ക് ഉണ്ടായിരിക്കും, ആ പ്രോപ്പർട്ടിമേൽ എന്തുണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ നമ്മളൊരു കാറ്, നമ്മുടെ കാറ് നമുക്ക് ഇൻഷുർ ചെയ്യാം. ആ ഇൻഷുർ ചെയ്യുന്ന സമയത്ത് അതായത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് ആ പ്രോപ്പർട്ടിമേൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ ദെൻ 1 year ആണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ പ്രോപ്പർട്ടി വിറ്റ് കഴിഞ്ഞാൽ ദെൻ ആ നഷ്ടം സംഭവിക്കുന്ന സമയത്ത്, തീപിടുത്തം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്കതിന് പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഇല്ലേ, നമ്മളത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കതിന് യാതൊരു തരത്തിലുള്ള ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. കണ്ടോ, ഇവിടെ ഈ ക്ലോസിൽ 2 ഇതാണ് പറയുന്നത്. നമ്മൾ എടുക്കുന്ന സമയത്തും ക്ലെയിം ചെയ്യുന്ന നഷ്ടം സംഭവിക്കുന്ന സമയത്തും ആ ഇൻഷുർഡ് പേഴ്സണ് തന്നെ എന്തുണ്ടായിരിക്കണം, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. Thus, the owner of goods has insurable interest and agent has insurable interest in the property of the principal. A partner has an insurable interest in the firm's property. Then അവിടെ എക്സാമ്പിളിൽ thus the owner of goods has insurable interest. ഒരു പ്രോപ്പർട്ടിയുടെ ഓണർക്ക് ആ പ്രോപ്പർട്ടിയിൽ മേൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ഏജന്റ് ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി ഓഫ് പ്രിൻസിപ്പൽ. ഒരു ഏജൻറ്റിന് പ്രിൻസിപ്പലിന് നേരെ എന്തുണ്ട്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. സെയിം ടൈം എ പാർട്ട്ണർ ഹാസ് എൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ഫേംസ് പ്രോപ്പർട്ടി ആൻഡ് എ ട്രസ്റ്റി ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോപ്പർട്ടി പുട്ട് ഓൺ ട്രസ്റ്റിഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിനെ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുണ്ടായിരിക്കേണ്ട എല്ലാ പ്രോപ്പർട്ടീസിന്മേലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ പറയുന്നത് ആ പ്രോപ്പർട്ടിയിൽ ടൈറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓണർഷിപ്പ് ഉണ്ടായിരിക്കണം, ടൈറ്റിൽ ഉണ്ടായിരിക്കണം, പവർ ഉണ്ടായിരിക്കണം. അതായത് ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്.
അതാണ് ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3 പ്രിൻസിപ്പിൾസാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അഡ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ദാറ്റ് മീൻസ് മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പരമുള്ള വിശ്വാസം. സെക്കൻഡ് പോയിന്റിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റമിനിറ്റി, നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റമിനിറ്റി. ആക്ച്വൽ ലോസ് ഈസ് കവേർഡ്, ദാറ്റ് മീൻസ് അണ്ടർ വിച്ച് ദ ഇൻഷുറർ, a contract of fire insurance is a contract of indemnity, that means which the insurer undertake to indemnify the insured in the case of any financial loss suffered by him on the happening of fire. Insurer is liable to pay the actual loss suffered by the insured on account of fire. അവിടെയാണ് നമ്മൾ ഇൻറ്റമിനിറ്റി, നഷ്ടം പരിഹരിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റമിനിറ്റി. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ദെൻ 3 പോയിൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ, എന്താ സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിത്യാഗം. ദാറ്റ് മീൻസ് സബ്രോഗേഷൻ മീൻസ് the right of one person to stand in the place of another and to avail himself on the latest right and remedies. It is based on the principle of indemnity. അവിടെ എന്താ പറയുക, that means subrogation means right of one person to stand in the place of another and to avail himself of the latest right and remedies. It is based on the principle of indemnity. When the insured is given the compensation for the loss of property by the insurer has the right of the damaged property. Any amount realized from the damaged property is available to the insurer once he has indemnified the insured. അത് നമുക്ക് പറയാവുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ഒരാളുടെ റൈറ്റ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിനെയാണ് സബ്രോഗേഷൻ. മലയാളത്തിൽ നമ്മളതിനെ സബ്രോഗേഷന് പരിത്യാഗം എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുക. പരിത്യാഗം, പരിത്യജിക്കുക, മറ്റൊരാൾക്കത് ഹാൻഡ് ഓവർ ചെയ്യാം. ദെൻ ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ ഫയർ ഇൻഷുറൻസിൽ എങ്ങനെയാണ് ബാധകമാവണേ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്മുടെ വീട് ഇൻഷുർ ചെയ്തു, ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മുടെ വീട് ഇൻഷുർ ചെയ്തു അഗെയിൻസ്റ്റ് ഫയർ. നമ്മൾ പഠിക്കുന്ന ഫയർ ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു തീപിടുത്തമുണ്ടായി നമ്മുടെ വീട് നശിക്കുകയാണെങ്കിൽ, നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നതിനെയാണല്ലോ ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഫയർ ഇൻഷുറൻസ് ദെൻ ആ ഇൻഷുറൻസ് കാലയളവിൽ തന്നെ നമ്മുടെ വീടിന് തീ പിടിക്കുകയും ഫൈനാൻഷ്യൽ ലോസ് സംഭവിക്കുകയും ചെയ്യാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് കമ്പനി നമുക്ക് നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടം പരിഹരിക്കുന്ന സമയത്ത് ഈ തീ പിടിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിക്കണം. അപ്പം തന്നെ അത് മനഃപൂർവ്വം മറ്റൊരാൾ ഒരു ഇൻറ്റൻഷ്യലി ചെയ്തിട്ടുള്ളതാണെങ്കിൽ, മറ്റൊരാൾ എന്താ പറയുക ഇൻറ്റൻഷ്യലി തീപിടുത്തത്തിന് കാരണമാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമതൊരാളിൽ നിന്ന് എന്ന് പറയുന്ന ഒരാളുടെ വീട് തീ കത്താനുള്ള കാരണം മറ്റൊരാൾ തീ വെച്ചിട്ടുള്ളത് കൊണ്ടാണെങ്കിൽ, അതാണ് 2 ക്ലോസ് നമ്മളിങ്ങനെ പറയാം. അയാളുടെ ഭാഗത്തു നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ബി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടാനായിട്ട് നമുക്ക് റൈറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ഇൻഷുർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ, അവിടെ ആ ക്ലോസാണ് ഉപയോഗിക്കുക. നമ്മൾ ഇൻഷുറൻസ് എടുത്തില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് തീപിടിക്കാനുണ്ടായിട്ടുള്ള കാരണം, അതും ഇൻറ്റൻഷ്യലി മൂന്നാമതൊരാൾ കാരണമാണ് എന്ന് തെളിയിക്കപ്പെടുകയും മൂന്നാമതൊരാളിൽ നിന്ന് കോമ്പൻസേഷൻ ലഭിക്കുകയും വേണം. ഇതാണല്ലോ ആ ക്ലോസ്. ആ കോമ്പൻസേഷൻ ലഭിക്കുന്ന പക്ഷം ഇൻഷുറൻസ് കമ്പനി ഓൾറെഡി നമുക്ക് കോമ്പൻസേഷൻ തന്നിട്ടുണ്ട്. എന്നാൽ ബി എന്ന് പറയുന്ന നിന്ന് കോമ്പൻസേഷൻ കിട്ടാനുള്ള നമ്മുടെ റൈറ്റിനെ നമ്മൾ ആരിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ബിയിൽ നിന്ന് എയിലേക്ക് കിട്ടേണ്ട കോമ്പൻസേഷനെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക. സബ്രോഗേഷൻ മീൻസ് ദ റൈറ്റ് ഓഫ് വൺ പേഴ്സൺ ടു സ്റ്റാൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് എൻ അനദർ ആൻഡ് ടു അവെയിൽ ഹിംസെൽഫ് ഓഫ് ദ ലേറ്റസ്റ്റ് റൈറ്റ് ആൻഡ് റെമഡീസ്. അപ്പോൾ നമ്മുടെ റൈറ്റ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിന്, അപ്പോൾ ആ സബ്രോഗേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇൻഷുറൻസിലെ ബാധകമാണ്. The insurer has the right of the damaged property. Any amount realized from the damaged property is available to the insurer once he has indemnified the insured. Then 5th point is proximate cause. Proximate cause മുൻപേ പറഞ്ഞതാണ് കോസ പ്രോക്സിമ, that means nearest cause, യഥാർത്ഥ കാരണം. This principle states that the claim can be settled only if the proximate cause, there is proximate cause of loss is fire, which is a subject matter of insurance. If the fire is only a remote cause and not the proximate cause, the insurer can escape from the payment of claim.
For example, when a bomb explodes as part of enemy attack and the consequent fire result in damage a property, approximate cause is not a fire but enemy's action. നമ്മൾ ആദ്യം ഫയർ ഇൻഷുറൻസിൻ്റെ കേസിൽ പഠിച്ചപ്പോൾ സം ടൈപ്സ് ഓഫ് ലോസ് ആർ നോട്ട് കവേർഡ് ബൈ ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ചില പോയിൻറ്റ്സ് പഠിച്ചിരുന്നു. അതേപോലെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നഷ്ടം സംഭവിക്കാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് കണ്ടോ, യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഫയർ മൂലം തന്നെ ആയിരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നു ഒരു നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുക, നാച്ചുറൽ കലാമിറ്റീസ് വഴി നമ്മുടെ വീടിന് തീപിടുത്തം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഫയർ അല്ല, അത് ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം നാച്ചുറൽ കലാമിറ്റീസ് ആണ്. ഒരു ബോംബ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്, ഈ ബോംബ് എക്സ്പ്ലോഷൻ കാരണമാണ് പിന്നീട് തീപിടുത്തം ഉണ്ടാവണേ, അല്ലാതെ തീ ഒറിജിനലി തീ ഉണ്ടായിട്ടുള്ളതല്ല. അപ്പോൾ അത് എനിമീസ് ആക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അത്തരം സിറ്റുവേഷനിൽ ഇൻഷുറർക്ക് ഇത്തരത്തിലുള്ള തീ ഉണ്ടാവാനുള്ള യഥാർത്ഥ കാരണം എന്താണോ അത് കണ്ടുപിടിച്ച് ദെൻ അത് ഇൻഷുർ ചെയ്തിട്ടുള്ളതല്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടതില്ല. That is the fifth point. This principle states that the claim can be settled only if the proximate cause of loss is fire, which is a subject matter of insurance. If the fire is not only the remote cause and not the proximate cause, the insurer can escape from the payment of claim. Then next one is warranties. Warranty is that by which the assured undertake that some particular thing shall or shall not be done or some conditions shall be fulfilled. Warranties must be fulfilled and the breach of warranty will render the fire insurance contract is invalid. അവിടെ വാറണ്ടി എന്ന് പറയുന്നൊരു ടേം, ദറ്റ് ഈസ് വാറണ്ടി ഈസ് ദാറ്റ് ബൈ വിച്ച് അഷ്വേർഡ് അണ്ടർടേക്ക് സം പർട്ടിക്കുലർ തിങ് ഷാൾ ഓർ ഷാൾ നോട്ട് ബി ഡൺ ഓർ സം കണ്ടീഷൻസ് ഷാൾ ബി ഫുൾഫിൽഡ്. ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡ് പേഴ്സൺസും തമ്മിലുണ്ടാക്കുന്ന ചില നിയമങ്ങളെയാണ് അവിടെ വാറണ്ടീസ്. വാറണ്ടി നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ചില കണ്ടീഷൻസ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല, ഇന്നതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പാടും എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ, ചില ദറ്റ് ഈസ് അവിടെ സം പർട്ടിക്കുലർ തിങ് ഷാൾ ഓർ ഷാൾ നോട്ട് ബി ഡൺ ഓർ സം കണ്ടീഷൻസ് ഷാൾ ബി ഫുൾഫിൽഡ്. വാറണ്ടീസ് മസ്റ്റ് ബി ഫുൾഫിൽഡ് ആൻഡ് ദ ബ്രീച്ച് ഓഫ് വാറണ്ടി വിൽ റെൻഡർ ദ ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് ഇൻവാലിഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇതിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ വാറണ്ടീസ് മസ്റ്റ് ബി ഫുൾഫിൽഡ് ആൻഡ് ദ ബ്രീച്ച് ഓഫ് വാറണ്ടി വിൽ റെൻഡർ ദി ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഈസ് ഇൻവാലിഡ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് അവിടെ പറയുന്ന പ്രിൻസിപ്പിളിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. നമ്മളൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. സോ കോൺട്രാക്റ്റ് ഈസ് ഇൻവാലിഡ്, ദാറ്റ് മീൻസ് വോയിഡ് കോൺട്രാക്റ്റ്. അതെന്തായിട്ട് മാറും? ഇൻവാലിഡ് ആയിട്ട് മാറും, അതല്ലെങ്കിൽ അത് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ വാറണ്ടീസിൽ എന്താ പറയണേ? വാറണ്ടീസ് ദാറ്റ് ബൈ വിച്ച് ദ അഷ്വേർഡ് അണ്ടർടേക്സ് ദാറ്റ് some particular thing shall or shall not be done or some conditions shall be fulfilled. Warranties must be fulfilled and the breach of warranty will render the fire insurance contract is invalid. അപ്പോൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്? വാട്ട് ആർ ദി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫയർ ഇൻഷുറൻസ് കോൺട്രാക്ട്. ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ, പ്രോക്സിമേറ്റ് കോസ് ആൻഡ് വാറണ്ടീസ്. ഈ 6 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ നോക്കാം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പരം ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇൻഡെമിനിറ്റി, നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ലക്ഷ്യം. 1 രൂപ പോലും ലാഭമുണ്ടാക്കാനായിട്ട് അനുവദിക്കുന്നതല്ല എന്ന് ഏതിൽ മുൻകൂട്ടി തന്നെ പറയുന്നുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ വ്യക്തമാക്കുന്നുണ്ട്. ആക്ച്വൽ ലോസ് കവേർഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ദെൻ തേർഡ് വൺ എന്താ പറഞ്ഞാൽ? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് എ പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിലെ യഥാർത്ഥ ഇൻഷുറിനെ ആ പ്രോപ്പർട്ടിയിന്മേൽ പെക്യൂനിയറി ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, സാമ്പത്തികമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. സബ്രോഗേഷൻ എന്നുള്ള വേർഡ് മീനിങ് ഞാൻ പറഞ്ഞു, പരിത്യാഗം, പരിത്യജിക്കുക. Subrogation is means the right of one person to stand in the place of another and to avail himself for the latest right in the remedies. Proximate cause, that means nearest cause.
Proximate cause is the loss of fire, which is the subject matter of insurance. And then warranty എന്ന് പറഞ്ഞാൽ എന്താ? Warranty is that by which the assured undertakes some particular thing shall or shall not be done, some conditions shall be fulfilled. Warranties must be fulfilled, and the breach of warranty will render the fire insurance contract is invalid or void. Then next one is, what are the features or characteristics of fire insurance? Fire insurance inde features എന്തൊക്കെയാണ്? The following are the important features of fire insurance. That is, the first one is contract of fire insurance is a contract of indemnity. എന്തൊക്കെയാണ് ഫയർ ഇൻഷുറൻസിൻ്റെ പ്രത്യേകതകൾ? ഫയർ ഇൻഷുറൻസ് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഓഫ് എന്താ പറയുക, കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. സെക്കൻഡ് വൺ ഈസ് ഫയർ ഇൻഷുറൻസ് പോളിസീസ് ആർ യൂഷ്വലി ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. സാധാരണ ജനറൽ ഇൻഷുറൻസുകളെല്ലാം തന്നെ 1 year കാലാവധിയിലാണ് നമ്മൾ ഇൻഷുർ ചെയ്യുക. ലൈഫ് ഇൻഷുറൻസ് ആണ് ലോങ് ലൈഫ് ഇൻഷുറൻസ് വരാറുള്ളൂ. ദെൻ ഫയർ ഇൻഷുറൻസ് ഒരു ജനറൽ ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫയർ ഇൻഷുറൻസ് പോളിസീസ് ആർ യൂഷ്വലി ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. The loss must be result of fire or ignition only. Then the contract of fire insurance shall fulfill at the essentials of a valid contract. ഒരു ഫയർ ഇൻഷുറൻസിലെ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ പ്രിൻസിപ്പിൾസും ഫയർ ഇൻഷുറൻസ് കോൺട്രാക്റ്റിനും ബാധകമാണ്. The scrap left after the fire automatically passes to the insurer. Scrap value എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിക്കുന്നതാണല്ലോ. തുരുമ്പ് വില ഏറ്റവും അവസാനം നമുക്കതിനൊരു വിലയും കിട്ടാതെയാവുമ്പോൾ നമ്മളതിനെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി തള്ളാറുണ്ടല്ലോ അക്കൗണ്ട്സ് പ്രോസസ്സിലൊക്കെ. സ്ക്രാപ്പ് വാല്യൂ, ഇവിടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇത്രയും നഷ്ടം സംഭവിച്ചു, ആ നഷ്ടം ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുകയും ചെയ്തു, എന്നാൽ ആ നഷ്ടം സംഭവിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിലയുണ്ടാവാം. അതിനെയാണ് നമ്മളതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. The scrap left after the fire automatically passes on to the insurer. അത് ആരിലേക്ക് കൈമാറുകയാണ്? ഇൻഷുററിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. The scrap left after a fire automatically passes to the insurer. And the sixth point is, the claim may be settled in cash or by reinstating the goods. The claim may be settled in cash or by reinstate the goods. ഒന്നുകിൽ നമുക്ക് ക്ലെയിം നമുക്ക് എങ്ങനെ ചെയ്യാം? ക്യാഷ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ക്ലെയിം സെറ്റിൽ ചെയ്യാം. ഓർ റീഇൻസ്റ്റേഷൻ ഗുഡ്സ്, അതായത് പഴയ പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, അത് തന്നെ പുതുക്കി കൊടുക്കുന്ന രീതിയിൽ സഹായിക്കാം. ഏതെങ്കിലും രീതിയിലാണെങ്കിലും ആ നഷ്ടം പരിഹരിച്ച് കൊടുക്കുക എന്ന് പറയുന്നതാണ്. ആവറേജ് ക്ലോസ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഫയർ ഇൻഷുറൻസ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അത്. ആവറേജ് ക്ലോസ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഫയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ ആവുക എന്ന് പറയുമ്പോൾ ദെൻ ക്ലെയിം സെറ്റിൽമെൻറ്റ്, അത് ക്ലെയിം സെറ്റിൽമെൻറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഇൻറ്റു എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി. എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി. ഞാൻ അവിടെ ചെയ്യുന്നത്, ഞാൻ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞത് 1 ലക്ഷം രൂപയുടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി എങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപയും കവറേജ് ആവശ്യപ്പെടുന്നില്ല. കാരണം 1 ലക്ഷം രൂപ കവറേജ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം എന്ത് വേണ്ടി വരും? പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി അത്രമാത്രം നമ്മൾ അടയ്ക്കുന്നില്ല എങ്കിൽ അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മളെന്ത് ചെയ്യുക? 1 ലക്ഷം രൂപയ്ക്ക് പകരം നമ്മൾ 50,000 മാത്രമേ ഇൻഷുർ ചെയ്യുന്നുള്ളൂ. കണ്ടോ, 50,000 മാത്രമേ ഇൻഷുർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആക്ച്വലി നഷ്ടം സംഭവിച്ചിരിക്കുന്നത് 30,000 ആണ്. അങ്ങനെയാണെങ്കിൽ 50,000 വരെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എന്താ? 50,000 രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, നമുക്ക് 30,000 രൂപ ഇൻഷുറൻസ് ക്ലെയിം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് 30,000 ആണ്. തീർച്ചയായിട്ടും 50,000-ൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്പെസിഫൈഡ് എമൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 30,000 രൂപ കവറേജ് കിട്ടുമെന്നാണ് നമ്മളതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ആ 50,000-ന് മുകളിലാണ് നഷ്ടം സംഭവിക്കുന്നത്. 60,000 70,000 നഷ്ടം സംഭവിക്കാൻ നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മളത് ഇൻഷുർ ചെയ്തിട്ടില്ല. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. പക്ഷേ ഫയർ ഇൻഷുറൻസ് കേസിൽ ആവറേജ് ക്ലോസ് അപ്ലിക്കബിൾ ആണെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല വ്യത്യാസമാണ്. ആ ആവറേജ് ക്ലോസ് പ്രകാരം ക്ലെയിം ചെയ്യുന്ന ക്ലെയിം ഈസ് ഈക്വൽ ടു ലോസ് ഇൻറ്റു എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പറയാം, 1 ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടി, 50,000 രൂപയുടെ മാത്രമാണ് നമ്മൾ ഇൻഷുറൻസ് കവറേജ് എടുത്തിട്ടുള്ളൂ, നഷ്ടം സംഭവിച്ചിരിക്കുന്നത് 30,000 ആണ്. അപ്പോൾ ദെൻ അവിടെ കറക്റ്റായിട്ട്
നമ്മൾ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 15,000 മാത്രമാണ്, 15,000 രൂപ മാത്രമാണ്. ഈ 15,000 രൂപ എങ്ങനെ കിട്ടിയാൽ 30,000 രൂപയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, 15 മാത്രമാണ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ക്ലോസ് എന്ന് പറയുന്നത് ആവറേജ് ക്ലോസ് ആണ്. 1,00,000 രൂപയ്ക്ക് 50,000 ഇൻഷുർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് 30,000 രൂപയുടെ ലോസിന് 15,000 തരുന്നുള്ളൂ എന്ന് പറയുന്ന സിമ്പിൾ മീനിങ് ആണ് നമ്മളവിടെ എടുക്കേണ്ട കാര്യമുള്ളൂ. 1,00,000 രൂപയ്ക്ക് 1,00,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആവശ്യപ്പെട്ടിട്ടില്ല, 50,000 രൂപയുടെ ഇൻഷുറൻസ് കവറേജ് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതേസമയം നഷ്ടം സംഭവിച്ചപ്പോഴും നമ്മൾ എന്താ ചെയ്തത്, 30,000 രൂപയാണ് നഷ്ടം സംഭവിച്ചത്, അപ്പോഴും അതിൻ്റെ പകുതി മാത്രമാണ് തരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ദെൻ 1/2 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അവിടെ 1/2 എന്ന് പറയുന്ന പ്രൊപ്പോർഷനാണ്. ആ 1/2 എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി. എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 50,000 ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 1,00,000. ദാറ്റ് മീൻസ് ദ 1/2 എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. അപ്പോൾ ദെൻ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലായി. കാരണം 1,00,000 രൂപ ഇൻഷുർ ചെയ്തിരിക്കുന്നു, പ്രോപ്പർട്ടിയുടെ വാല്യൂ ഉണ്ട്, 50,000 മാത്രം ഇൻഷുർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ദെൻ 1/2 ആണ് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നഷ്ടം 30,000 ആണ് സംഭവിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്ത്, 15,000 ആണ് അതിൻ്റെ കവറേജ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഈസി ആയിട്ടുള്ള ഫിഗേഴ്സ് ആവില്ല, നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ 80,000, 75,000 എന്നൊക്കെ പറയുന്ന വേറെ എമൗണ്ടുകൾ തന്നു കഴിഞ്ഞാൽ 1/2 എന്ന് പറയുന്ന പ്രൊപ്പോർഷൻ പോലെ നമുക്ക് കിട്ടില്ല. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല claim is equal to settlement of claim is equal to loss into amount of insurance divided by amount of property. Then ഇവിടെ ഒരു എക്സാമ്പിൾ, according to average clause, if the amount of insurance is less than the amount of the property insured, the loss will be paid in proportion to the insured amount and total payment of property. That means if property worth 80,000 is insured for 60,000 and the actual loss is only 40,000, the amount is payable. അത്തരം സിറ്റുവേഷനിൽ ആക്ച്വൽ ലോസ് ഈസ് ഈക്വൽ ടു 40. എത്രയാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, 40,000 രൂപ മാത്രം. 40,000 into amount of insurance, that means 60,000, divided by amount of property, that means 80,000. 40,000 into 60,000 divided by 80,000, that is equal to 30,000. ഇങ്ങനെ ഒരു ഈക്വൽ പ്രൊപ്പോർഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ദെൻ ലാസ്റ്റ് ടോപ്പിക് നമ്മൾ എന്താ എടുത്തത്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസിലെ കോൺട്രാക്ട് ഓഫ് ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ഫയർ ഇൻഷുറൻസ് പോളിസീസ് ആർ യൂഷ്വലി ഇഷ്യൂഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. Loss must be result of fire. The contract of fire insurance shall be fulfill on the essentials of a valid contract. The scrap left after the fire automatically passes to the insurer. The claim may be settled in the cash or by reinstating the goods. Average clause is applicable in fire insurance. അപ്പം ദെൻ ടുഡേയ്സ് ടോപ്പിക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഏതൊക്കെ ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നോക്കാം. What is meant by what are the different types of general insurance? ഏതൊക്കെയാണ് general insurance business? That is, first one is property insurance, second one is liability insurance, third one is other forms of insurance. Then property insurance le fire insurance, marine insurance, motor vehicle insurance, burglary insurance, personal accident insurance, baggage insurance and rural insurance. Then first one is fire insurance. Fire insurance means fire insurance is a property insurance that covers damage and loss caused by fire. Then what are the principles of fire insurance? Utmost good faith, principle of indemnity, principle of insurable interest, principle of subrogation, proximate cause and warranties. And last one is what are the features of fire insurance. ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. നന്നായിട്ട് വായിച്ചു നോക്കാം. Okay. Thank you all.